കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പനയിൽ ഒരു ബണ്ടിലിന് 6000 രൂപ തനിക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നതായി KSU മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാലി, ഈ വിദ്യാർത്ഥി ആയിരുന്ന ഒരാൾ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചത് തന്നെ വലിയ തെറ്റാണ്. അതിലൊരു സാമ്പത്തികത്തിന്റെ ഇടപാട് കൂടെ വരികയാണ്. ഇത് ഷാലിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ ഇതിലൊരു സാമ്പത്തിക കാര്യങ്ങൾ കൂടി വരുമ്പോൾ? അതായത് കേസിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതിലാണ് നിർണായകമായ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. ഷാലിക്ക് നിരന്തരം കളമശ്ശേരി പോളിടെക്നിക് ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നു. അതായത് 1 കിലോയുടെ ഒരു ബണ്ടിലിന് 18,000 രൂപയ്ക്ക്. 1 കിലോ എന്ന് പറയുന്നത് പോലീസ് തൂക്കി നോക്കിയപ്പോൾ 900 ചില്ലറ ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു കബളിപ്പിക്കൽ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1 കിലോ ഉള്ള ഒരു പാക്കറ്റിന് 18,000 രൂപയ്ക്കാണ് തനിക്ക് ലഭിക്കുന്നത്. താനത് ഹോസ്റ്റലിൽ എത്തിച്ച് 24,000 രൂപയ്ക്ക് നൽകും. അപ്പൊ തനിക്ക് ലഭിക്കുന്നത് 6,000 രൂപയാണ് ഒരു ബണ്ടിലിന് ലഭിക്കുന്ന കമ്മീഷൻ എന്നാണ് ചോദ്യം ചെയ്യലിൽ ഷാലിക്ക് പറഞ്ഞിരിക്കുന്നത്. ആ 6,000 രൂപ ഈ ഷാലിക്കിനൊപ്പം ഒരു ആഷിഖ്, അയാൾ KSU പ്രവർത്തകനാണ്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ജയിലിലാണ്. അയാളുമായി താൻ വീതിച്ചെടുക്കും എന്നുള്ളതാണ്. 6,000 രൂപ ഷാലിക്കും ആഷിഖും കൂടെ വീതിച്ചെടുക്കും എന്നാണ് ഈ ഷാലിക്ക് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഇതുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ ഇയാൾ മൊഴിയിൽ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് തനിക്ക് ഈ കഞ്ചാവ് ബണ്ടിൽ ലഭിച്ചത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണെന്നാണ് ആദ്യം തന്നെ ഇയാൾ നൽകിയ മൊഴി. ആദ്യം പറഞ്ഞത് ആലുവ സ്വദേശിയായ ഒരു ആലുവക്കാരനായ, ആലുവയിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എന്നായിരുന്നു. പിന്നീടത് പെരുമ്പാവൂരുകാരനായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എന്നാക്കി, ജാർഖണ്ഡ് സ്വദേശി എന്നാക്കി മാറ്റി. പക്ഷെ ഇത് രണ്ടുമല്ല, മറ്റാരോ ആണോ ഇയാൾക്ക് ഈ ബണ്ടിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം തനിക്ക് കഞ്ചാവ് മൊത്തമായി നൽകിയ ആരെയോ രക്ഷപ്പെടുത്താൻ, ആരെയോ പേര് ഇയാൾ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ഫോൺ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ചില ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ നമ്പറുകൾ ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ഒരാളെയാണ് പോലീസിന് ആദ്യം സംശയം ഉണ്ടായിരുന്നത്. അയാൾ ട്രാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അയാൾ സ്വിച്ച് ഓഫ് ആണ്. അയാൾ പെരുമ്പാവൂരും ആലുവയിലും ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, 6,000 രൂപ കമ്മീഷന് വേണ്ടി കാമ്പസിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നതാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് KSU ആ കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകിയാലും അത് ഒരു പ്രതിസന്ധി തന്നെയാണ് സംബന്ധിച്ചിടത്തോളം. 18,000 രൂപയ്ക്ക് വാങ്ങി 26,000 രൂപയ്ക്ക് കാമ്പസിൽ എത്തിച്ചു നൽകി 6,000 രൂപ താനും മറ്റൊരു KSU പ്രവർത്തകനായ ആഷിഖും ചേർന്ന് വീതം വെച്ചെടുക്കുകയായിരുന്നു എന്നതാണ് മൊഴി. ഒപ്പം തന്നെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ അനുരാജ് നൽകിയ മൊഴിയിലെ ചില വിവരങ്ങളുണ്ട്. കാരണം അനുരാജിന്റെ ഫോണിലേക്ക് ചില വിദ്യാർത്ഥികൾ പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ കാമ്പസിൽ തന്നെ വിദ്യാർത്ഥികളാണ്. അവര് കഞ്ചാവിന്റെ ഉപഭോക്താക്കളാണ്, വാങ്ങിയവരാണ് എന്നാണ് പോലീസിന്റെ സംശയം. അതുകൊണ്ട് ഇവരെല്ലാവരെയും ഓരോരുത്തരെയായിട്ട് രഹസ്യമായി പോലീസ് വിളിച്ചിട്ട് വിവരങ്ങൾ തേടി പറഞ്ഞു വിട്ടു. അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അവരെ രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കേസിൽപ്പെടുത്തി അവർ കഞ്ചാവിന്റെ ഉപഭോക്താക്കളോ അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുക, രക്ഷിതാക്കളെ ഇടപെടുത്തുക എന്നൊരു ലൈനിലാണ് ഇപ്പൊ പോലീസ് നീങ്ങുന്നത്. ഇനി അവർക്ക് വിൽപ്പനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് പോലീസിന്റെ ഒരു തീരുമാനം. അതിനനുസരിച്ച് അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. സാലി, ക്യാമ്പസുകളിൽ ഇത്തരം അരാജകത്വങ്ങളൊക്കെ എതിർക്കേണ്ടവരാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത്, വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. അതേ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അതൊരു ബിസിനസ് ആക്കി മാറ്റുകയാണ് എന്ന വ്യക്തമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഉപയോഗിക്കുക മാത്രമല്ല, അത് വിൽപ്പന നടത്തുന്നു, പുറമേ നിന്ന് വലിയ കാശിന് അത് വാങ്ങുന്നു, അത് കാശ് വാങ്ങി കോളേജിൽ എത്തിക്കുന്നു, കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തി അതൊരു ബിസിനസ് ആക്കി കൊണ്ടു നടക്കുന്നു. മുൻ KSU യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിലും നിലവിൽ അറസ്റ്റിലുള്ള ആഷിഖ്, അയാള് KSUവിന്റെ പ്രവർത്തകനാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ. മാത്രമല്ല മറ്റു വിവരങ്ങൾ അതിലുണ്ട്. അതായത് ഈ പോളിടെക്നിക് ക്യാമ്പസിലേക്ക് ഹോസ്റ്റലിലേക്ക് അവിടെ അല്ല വിറ്റിരുന്നത്, മറ്റു ചില ക്യാമ്പസുകളിലേക്കും ചെറിയ പാക്കറ്റിലാക്കി കൈമാറിയിരുന്നു എന്നും ഈ ഷാലിക്കും ആഷിഖും മൊഴി നൽകിയിട്ടുണ്ട്. അതിന് സഹായിച്ചിരുന്നത് ഇപ്പോ റെയ്ഡിനിടെ ആകാശ് എന്ന് പറയുന്ന ഒരു KSUവിന്റെ പ്രാദേശിക പ്രവർത്തകൻ ജയിലിലാണ്, അയാളും കൂടെ സഹായിച്ചിരുന്നു എന്നതാണ് ഈ ഷാലിക്കിന്റെ മൊഴിയിലുള്ളത്. അർത്ഥം ഇതൊരു വലിയ ബിസിനസ്സായി ഇവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. 1-2 പേരല്ല, പലരും ഉണ്ട്. ഒരർത്ഥത്തിൽ ആ KSUവിന്റെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയിലെ പല ആളുകളും ഈ ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു
എന്നാണ് ഈ മൊഴിയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ വിശദീകരിക്കേണ്ട KSU ഭാരവാഹികളാണ്. പക്ഷെ പോലീസ് ആ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുമുണ്ട്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ശരി. ഒരു വിവരം തന്നെയാണ് ഒരു സംവിധാനം അപ്പാടെ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നു. ഈ കാമ്പസിൽ മാത്രമല്ല മറ്റ് കാമ്പസുകളിലേക്കും മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. യെസ്, നടന്നത് കഞ്ചാവ് കച്ചവടം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന മൊഴികളാണ് പുറത്തേക്ക് വരുന്നത്. കളമശ്ശേരി പോളിടെക്നിക്കിലെ മുൻ KSU യൂണിറ്റ് സെക്രട്ടറി ഷാലിക്കിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇത്തരം മൊഴികൾ പുറത്തേക്ക് വന്നിരുന്നത്. അതൊരു കച്ചവടം തന്നെയായിരുന്നു KSU പ്രവർത്തകർക്ക്, അതിന് ഓരോ ക്യാമ്പസുകളും അവർ തിരഞ്ഞെടുത്തു എന്ന വ്യക്തമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സാലിം മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.